ഹലോ ഗൈസ്, കഴിഞ്ഞ വീഡിയോയുടെ ബാക്കിയാണിത്. ഹെബ്ബെ ഫാൾസിലേക്കുള്ള ഓഫ് റോഡിലാണ് നമ്മളിപ്പോൾ. ഏകദേശം 3/4 മണിക്കൂർ നമ്മൾ ഈ ഓഫ് റോഡിലൂടെ പോയാലാണ് നമുക്ക് ഹെബ്ബെ ഫാൾസിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഒരാൾക്ക് 500 രൂപ പ്രകാരം നമ്മൾ 3 പേർക്ക് 1500 രൂപ കൊടുത്തിട്ട് ഗവൺമെന്റിന്റെ ജീപ്പിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതേപോലത്തെ ജീപ്പുകൾ തറ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാട്ടിനുള്ളിൽ കൂടെ കയറി നമ്മളൊരു ഓപ്പൺ പ്ലേസിലെത്തിയിട്ടുണ്ട്. ഓപ്പൺ എന്ന് വെച്ചാൽ 2 സൈഡും മൊട്ടക്കുന്നുകൾ, അതിന്റെ നടുവിലൂടെ റോഡെന്ന് വെച്ചാൽ പൂഴിമണ്ണ് നിറഞ്ഞൊരു വഴി, അതിലൂടെയാണ് പോകുന്നത്. മന്ദമല്ല, ചാടിച്ചാടിയാ പോകുന്നത്. നല്ല സുഖം അതിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ വേണ്ടിയിട്ട്. ഇടുപ്പ് വരെയുള്ളവരും കാലിന് മേലെയുള്ളവരും കുറച്ച് വയസ്സായവരൊക്കെ വരാണ്ടിരിക്കാൻ നല്ലത്. എന്താണെന്ന് വെച്ചാൽ പിന്നീട് അവർക്ക് വേദന കൂടാനും സാധ്യതയുണ്ട്. കാരണം നട്ടും ബോൾട്ടൊക്കെ ഏത് വഴിക്കാൻ പോകണമെന്ന് ഒരു നിശ്ചയമില്ല. പിന്നെ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ടോ? ഞാൻ ഇടുന്ന വീഡിയോസ് മിക്കവാറും ആരും കാണാറില്ല. എൻ്റെ ഫാമിലിയുള്ളവർ തന്നെയായിരിക്കും ചിലപ്പോൾ കാണാറുള്ളത്. പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടോളൂ. അപ്പോൾ എൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന പോലെ ഒരു സുഖം നിങ്ങൾക്കും കിട്ടും. അതിനിടയ്ക്ക് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ മുഴുവനായിട്ട് കാണാറുണ്ടോ? മിക്കവാറും എൻ്റെ വീഡിയോസ് കാണുന്നത് എൻ്റെ ഫ്രണ്ട്സ്, പിന്നെ കുറച്ച് ഫാമിലി മെമ്പേഴ്സ്, ഇവർ മാത്രമാണ്. ചില സമയത്ത് എൻ്റെ ഫാമിലി മെമ്പേഴ്സ് പോലും മുഴുവനായിട്ട് എൻ്റെ വീഡിയോ കാണാറില്ല. അപ്പോൾ ഞാൻ പിന്നെ ഈ വ്യൂസ് ഒന്നും, നമുക്ക് കഴിഞ്ഞ കുറേ വീഡിയോസ് ഇട്ടതിലൊന്നും അധികം വ്യൂസ് ഒന്നും ഇല്ലായിരുന്നു. എന്നെങ്കിലും ഞാനിങ്ങനെ പ്രതീക്ഷ നഷ്ടപ്പെടാതെ ഞാൻ വെറുതെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമ്മുടെ ഫോണും നമ്മുടെ മെമ്മറിയൊക്കെ പോയാലും ഈ വീഡിയോസും വിഷ്വൽസും ഇതൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ, വർഷങ്ങൾ കഴിഞ്ഞാലും ഇത് ഇവിടെ തന്നെ ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇടുന്നത്. ഞാനിപ്പോൾ എൻ്റെ വീഡിയോസും ആർക്കും ഷെയർ ചെയ്ത് കൊടുക്കാറില്ല. എന്തിനാന്ന് വെച്ചാൽ നമ്മളുടെ വീഡിയോ അവർക്ക് നമ്മൾ അയച്ചു കൊടുത്ത് അത് കാണാൻ വേണ്ടിയിട്ട് ഒരു റെസ്പോൺസിബിലിറ്റിയാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ലെന്ന് തോന്നി ഇപ്പോൾ ഞാൻ ഫ്രണ്ട്സിനും ഫാമിലിക്കൊന്നും വീഡിയോ ഷെയർ ചെയ്യാറില്ല, വാട്സപ്പിലൊന്നും ഷെയർ ചെയ്യാറില്ല. ആരെങ്കിലും കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട്. എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു വീഡിയോ എങ്കിലും എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഇപ്പോഴും വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെല്ലാവരും വീഡിയോസ് കാണണം മറക്കാതെ. അപ്പോൾ നമ്മൾ കാട്ടിലൂടെയുള്ള യാത്ര തുടങ്ങിയിട്ട് കുറേ നേരമായിട്ടോ, ഇനിയും എത്തുന്നില്ല. നല്ലോണം കുലുങ്ങിയിട്ടാണ് പോകുന്നത്. വണ്ടി ഫ്രണ്ടിൽ പോകുന്ന വണ്ടി കണ്ടാൽ നമുക്ക് മനസ്സിലാവാൻ പറ്റും എത്രത്തോളം ചരിഞ്ഞിട്ടൊക്കെ പോകുന്നത്. ഒരു സൈഡിലേക്ക് കൊക്കയാണ് കേട്ടോ, വേറെ സൈഡിൽ മലയാണ്. അപ്പോൾ ഇതിങ്ങോട്ട് തിരിഞ്ഞും മറിഞ്ഞിട്ടൊക്കെ വരും, വേറെ സൈഡിലേക്കാവും. പിന്നെ കുറേ ഓപ്പൺ പ്ലേസ്, വീണ്ടും കൊക്ക. എങ്ങനെയാണ് നമ്മൾ അവിടെ മെല്ലെ വെള്ളച്ചാട്ടം വരെ പോകുന്നത്. ആദ്യം വിചാരിച്ചു 500 per person നഷ്ടമല്ലെന്ന്. പിന്നെ വണ്ടി കയറി യാത്ര തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത്, 20 മിനിറ്റ് കഴിഞ്ഞിട്ടും വണ്ടി എത്താണ്ടായപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഒട്ടും നഷ്ടമല്ല. 500 രൂപ per person ഒട്ടും നഷ്ടമല്ല ഗൈസ്. അത്രത്തോളം നമുക്ക് യാത്ര ചെയ്യാനുണ്ട് കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ. പിന്നെ അതുമാത്രമല്ല, ഇത് അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് എടുക്കുന്ന വണ്ടിൻ്റെ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ, റോഡില്ലാത്ത സ്ഥലത്ത് കൂടെ അത് ഓടിക്കുന്നത് വളരെ കഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ 500 രൂപ നമുക്ക് ഒട്ടും നഷ്ടമേ അല്ല. പിന്നെ അത്രത്തോളം കാഴ്ചകൾ അവിടെ കാണാനുണ്ട്. പിന്നെ നമ്മൾ അവിടെ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ എത്തിയെന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാനുള്ള സമയമുണ്ട്. തിരിച്ച് ഈ നമ്മൾ കയറിയ വണ്ടിയിൽ തന്നെ നമ്മൾ തിരിച്ച് വരണം. നമ്മൾ പോകുന്നതിന് മുമ്പ് വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് എല്ലാം ഓർമ്മയോടെ എടുത്തേക്കണമെന്ന് അവർ പ്രത്യേകം പറയും. ഈ വാട്ടർഫാൾസിലേക്ക് 3 വാട്ടർ ബ്രിഡ്ജ് നമ്മൾ ക്രോസ് ചെയ്തിട്ട് 3 വാട്ടർ ബ്രിഡ്ജ് നമ്മൾ ക്രോസ് ചെയ്തിട്ട് വേണം പോകണമെങ്കിൽ. കുറച്ചുകൂടെ നടക്കണം. അപ്പോൾ ഇതുവരെയാണ് നമുക്ക് വണ്ടി വരുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ നടക്കണം. നടന്ന് നമുക്കങ്ങനെ പോകാം. നല്ല ഓഫ് റോഡ് ആയിരുന്നു അല്ലേ? 1/2 മണിക്കൂർ ഉണ്ടായിരുന്നു ഓഫ് റോഡ്. ആദ്യം കുറച്ച് റോഡൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ റോഡ് അങ്ങോട്ട് ഇല്ലാണ്ടായി. നല്ല അടിപൊളി റോഡായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ബാക്കിലിരുന്നാൽ സൂപ്പറായിരിക്കും, ചെവിന്ന് കിടി പറക്കും. നമ്മൾ 3 വാട്ടർ ബ്രിഡ്ജ് കയറണം പറഞ്ഞില്ലേ, അതിലെ 1ാമത്തെ വാട്ടർ ബ്രിഡ്ജാണ് ഇത്. സൂപ്പർ. നല്ല സൂപ്പറായിട്ടുണ്ട് ഗായ്സ്. ഇവിടേക്കൊക്കെ നല്ല കാടാണ്. ഇതേ 2ാമത്തെ വാട്ടർ ബ്രിഡ്ജ്. സൂപ്പർ. ഇത് 2 തന്നെ റോഡുണ്ട്. ആക്ച്വലി കയറാനൊക്കെ ഒത്തിരി ടാസ്ക്കാണ് ഗൈസ്. ഒന്ന് സൂക്ഷിച്ചിട്ടൊക്കെ കയറിയില്ലെങ്കിൽ ചോട്ടിലെത്തും.
ഷൂ ആണെങ്കിൽ അത്രയും കൂടെ ഗ്രിപ്പ് ഉണ്ടാവും. ഞാനാണെങ്കിൽ ഇന്ന് ചെരുപ്പായിട്ടിരിക്കുന്നത്. അതെങ്ങനത്തെ വഴിയാണ്. ഹായ് 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 ഹയ്യാ ഹൈ ഹയ്യാ ഹൈ. അടിപൊളി. സൂപ്പർ ഗൈസ്, ഒരു രക്ഷയില്ല. കുറച്ച് നടന്നു അതാ വീണു. അപ്പോൾ ചെറുതായിട്ടൊന്ന് വീണു ഗൈസ്. നല്ല അടിപൊളി വെള്ളച്ചാട്ടമാണ് ഇവിടെ. സൂപ്പർ സൂപ്പർ. റോഡൊക്കെ ഇങ്ങനത്തെയാണ്, സൂക്ഷിക്കണം. ഐസ് പോലെ ഉണ്ടാ? ഞാൻ അവിടെ കാലിട്ടിട്ട് ഇരിക്കാൻ പോണു. ഒരു അടിപൊളി ഗംഭീരമായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നിങ്ങൾ ആരെയും ചിക്ക്മാംഗ്ലൂർ വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവിടേക്ക് വരുന്ന ഹെബ്ബെ ഫാൾസിലേക്ക് ഈ ട്രക്കിംഗ് എന്തായാലും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത വീട്ടിൽ കാണാം.